ഇതും തീർച്ചയായിട്ടും ചെയ്യണം, മുടങ്ങരുത്. फिर क्या करेंगे? പിന്നെന്ത് ചെയ്യും? फ्री हो गए ना सब बातों से, എല്ലാ പ്രശ്നങ്ങളും ഫ്രീ ആകും ഇത്രയും ചെയ്ത. पुराने अनेक जन्मों के कर्मों का विकर्म का विनाश हो गया. അനേക ജന്മങ്ങളിലെ പാപകർമ്മങ്ങൾ വിനാശാവും. इस जन्म का कोई हिसाब किताब, कोई देह संबंधियों का चुक्त हो गया. ഈ ജന്മത്തെ യാതൊരു പാപകർമ്മങ്ങൾ ഉണ്ടാവില്ല, ദേഹത്തിന്റെ സംബന്ധികളുമായിട്ടുള്ള യാതൊരു കർമ്മവും ഉണ്ടാവില്ല. क्यों बाबा आपके घर जानना है ना, तो आपका घर सो मेरा घर है ना. ഇപ്പൊ ബാബയുടെ വീട്ടിലേക്ക് പോണ്ടേ? ബാബയുടെ വീടല്ലേ നമ്മുടെ വീട്. इसलिए मैंने अपने आप को समर्पण बाबा के आगे क्यों किया? നമ്മൾ എന്തിനാ ബാബയുടെ മുമ്പിൽ സ്വയത്തെ സമർപ്പിച്ചത്? समर्पण होना माना बाबा मैं तेरा तू मेरा, समर्पण हो गए ना. സമർപ്പണം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ബാബ ഞാൻ അങ്ങയുടേത് മാത്രമാണ്, അങ്ങ് മാത്രമാണ് എന്റേത് എന്ന അവസ്ഥ എത്തിച്ച അർത്ഥം എന്താ? സമർപ്പണമായി എല്ലാരും. फिर समर्पण होने के बाद बाबा कहता है बच्चा मन वाणी कर्म जैसे ब्रह्मा बाबा का कितना श्रेष्ठ रहा, तो सी फादर फॉलो फादर. അങ്ങനെ സമർപ്പണമായാൽ ബാബ എന്ത് പറയും? മക്കളെ, ബ്രഹ്മ ബാബയുടെ മനസ്സും വാക്കും കർമ്മം എത്ര ശ്രേഷ്ഠായിരുന്നു. സീ ഫാദർ ഫോളോ ഫാദർ. ബ്രഹ്മ ബാബയെ മാത്രം കാണൂ, അനുകരിക്കൂ. ब्रह्मा बाबा में शिव बाबा, ब्रह्मा बाबा से अव्यक्त बाबा दिखाई पड़ता है, साकार बाबा भी दिखाई पड़ता है, भविष्य नारायण कैसे ये बनता है बनना है वो भी दिखाई पड़ता है. चारों प्रकार से अनुभव एक ब्रह्मा बाबा से होता है ना. ഒരു ബ്രഹ്മ ബാബയിൽ നിന്ന് 4 രീതിയിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. സാകാര ബാബ അനുഭവിക്കാം, അവ്യക്ത ബാബ അനുഭവിക്കാം. എങ്ങനെയാണ് നാരായണനാകുന്നത്, നരയിൽ നിന്ന് നാരായണനാകുന്നത്, അത് അനുഭവിക്കാം. 4 അനുഭവം നമുക്ക് ബ്രഹ്മ ബാബയിൽ നിന്ന് കിട്ടുന്നുണ്ട്. तो सिंपल बात है, बस जो बाबा सिखाता है वही दिल मन में है. जैसे एक्सरसाइज करनी है, बस मैं आत्मा मेरा बाबा, अभी ऐसे करके साइलेंस में गीत बजाओ, हम सबसे मिल करके. बिल्कुल बाबा कहता है हमारे दृष्टि में बाबा, बाबा की दृष्टि में हम बच्चे हैं. ऐसे ही हम मुक्ति धाम जा रहे हैं. जीवन मुक्ति के धाम में जाने के लिए, वैकुंठ में जाने के लिए श्रेष्ठ कर्म के संस्कार बनाया है बाबा. उसी अनुसार विश्व की राजाई बाबा कहता है तुम बच्चों के हाथ में है. ഇപ്പം ലൈറ്റായിട്ട് മ്യൂസിക് ഓൺ ആകും. നമ്മൾ ആ എക്സസൈസ് ചെയ്യാം. ഞാൻ ആത്മ എൻ്റെ ബാബ, ഞാൻ ആത്മ എൻ്റെ ബാബ. ആ എക്സസൈസ് ചെയ്തുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ വരാൻ പോണ ഭാവി ലോകത്തിലെ ചക്രവർത്തി പദവി നമ്മുടെ കയ്യിലാണ്. നല്ല ലോകം ബാബ രചിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ടി രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സർവ്വ അവകാശങ്ങളും എൻ്റേതാണ് എന്ന സ്മൃതി, എന്ന ലഹരിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ओम शांति, ओम शांति, ओम शांति. फिर से बोलो मीठे मीठे बाबा को याद. ओम शांति, ओम शांति. मेरा बाबा, मेरा बाबा, मीठा बाबा, मीठा बाबा, प्यारा बाबा, प्यारा बाबा, शुक्रिया बाबा, शुक्रिया बाबा. मैं यहाँ आपके पास बैठी हूँ, मुझे खुशी होती है बहुत.
നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. बहुत खुश हूँ. വളരെ വളരെ സന്തോഷം എനിക്ക്. खुशी यहाँ से यहाँ ओवरफ्लो हो गई है. കാലിന്റെ പെരുവിരൽ മുതൽ ഉച്ചവരെ ആയിട്ട് ഓവർഫ്ലോ ആകാണ് സന്തോഷം. सारे विश्व तक पहुँच गई है. खुशी कहाँ जावे. സന്തോഷം എവിടെ പോകാനാണ്? सारे ब्राह्मणों को पता है, सारे विश्व के मैं त्रिवेंद्रम में बैठी हुई हूँ तो उसको खुशी वहाँ मिल रही है. മുഴുവനും വിശ്വത്തിന് സന്തോഷം കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്തെത്തി, അപ്പൊ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. त्रिवेंद्रम पर ही त्रिनेत्री, त्रिमूर्ति, त्रिकालदर्शी, इस पर ही तो सारा नाम. ട്രിവാൻഡ്രം എന്ന് കേൾക്കുമ്പോ തന്നെ ത്രിമൂർത്തി, ത്രികാലദർശി ഇതൊക്കെ ഓർമ്മ വരികയാണ്. तिर 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 तिर. എല്ലാ ഓർമ്മ വരികയാണ്. तो बाबा ने कहा था मेरे को तुम तिर तख्त नशीन में, 3 तख्त नशीन है. ബാബ പറഞ്ഞിട്ടില്ലേ 3 സിംഹാസനത്തിലിരിക്കാൻ, അങ്ങനത്തെ ആത്മാവാണെന്ന് ദാദിജി. ദാദിക്ക് വരം കൊടുത്തിട്ടുണ്ട് ബാബ. एक ये तख्त, ഒന്ന് ഭ്രൂമധ്യം, दूसरा बाबा के दिल का तख्त, ബാബയുടെ ഹൃദയ സിംഹാസനം. जो यहाँ बैठते हैं बाबा दिल विश्व का तख्त मिल जाता है. ഇന്ന് ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നവർക്ക് ഭാവിയിൽ വിശ്വസിംഹാസനം തീർച്ചയായിട്ടും കിട്ടും. तो सबको नशा है ना. എല്ലാവർക്കും ആ ലഹരി ഉണ്ടോ? കൈവീശി കാണിച്ചേ. मुझे अच्छा सबको नशा है. क्यों? എന്തുകൊണ്ട്? क्या किया जो नशा चढ़ा है. അങ്ങനെ എന്ത് ചെയ്തു ഇത്ര ലഹരി കയറാൻ? बोलो क्या किए जो नशा चढ़ा है. പറഞ്ഞേ, അങ്ങനെ എന്താ ചെയ്ത്? क्या सर्विस की है. എന്ത് സേവ ചെയ്ത്? क्या सुपुत बना दिखाया है. എന്ത് അങ്ങനത്തെ സുകർമ്മമാണ് ചെയ്ത് കാണിച്ചത്? ध्यान दिखाया है. भक्ति क्या है, ज्ञान क्या है, दोनों देखना हो तो यहाँ कर देखे. ഭക്തി എന്താണ്, ജ്ഞാനം എന്താണ്, രണ്ടും കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണാൻ. सुबह को भक्ति में, दिन में भक्ति में, शाम को ज्ञान में बैठे थे. ഇന്നലെ രാവിലെ ഭക്തിയുടെ സ്ഥലത്ത് ഉണ്ടായിരുന്നു, വൈകുന്നേരം ജ്ഞാനത്തിന്റെ സ്ഥലത്തോ. ठीक है. ശരിയല്ലേ? भक्ति क्या है, ज्ञान क्या है. എന്താണ് ഭക്തി, എന്താണ് ജ്ഞാനം? आप कहाँ बैठे हो. നിങ്ങൾ എവിടെ ഇരിക്കുന്നത് ഇപ്പോൾ? जिनको भक्ति और ज्ञान के कॉन्ट्रास्ट का पता है. ആർക്കാണോ ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും വ്യത്യാസം അറിയാവുന്നത്? കൈവീശി. भक्ति क्या है देख लिया, ज्ञान क्या है देख लिया. എന്താണ് ഭക്തി, എന്താണ് ജ്ഞാനം, രണ്ടും കണ്ടു അല്ലേ? तो ज्ञान का अंदर समझे ना. ജ്ഞാനം ചേർത്ത ഉള്ളിൻ്റെ ഉള്ളില് കാര്യം പിടികിട്ടി, മനസ്സിലായി. बाबा से ये पलकों में पाला, गीत कैसा बजाया. ഇന്നത്തെ പാട്ട് നോക്കി എന്ത് നല്ല പാട്ടാണ്. ബാബ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൺമണികളായിട്ടാണ് നമ്മളെ വളർത്തുന്നത്. पलके कहाँ होती है ये. കൺമണി അല്ലെ, കണ്ണിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ടാണ് വളർത്തുന്നത്. इनसे पालना करता है हमारी. അങ്ങനത്തെ പാലനയാ ബാബ നമുക്ക് തരുന്നത്. तो हर पल याद करना पड़ेगा ना. അങ്ങനെ പാലിക്കുന്ന അച്ഛനെ ഓരോ സെക്കൻഡ് ഓർമ്മിക്കണ്ടേ? एक पल का आता है समय को, दूसरा पल का पलके का यहाँ को. പൽ എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സമയം, ഒന്ന് ഇവിടെ കൺമണി. तो जब कहा ना पलकों में है पाला, तो बाबा कहते पलकों में पाला है, तो कितने खुश नसीब है हम. ഈശ്വരൻ തന്റെ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര മഹാസൗഭാഗ്യശാലികളാണ് നമ്മള്. तो वो कहता है मैंने तुमको यहाँ बैठ के पालना दिया, मैं भी तो वहाँ आपके पास बैठी हूँ ना. ബാബയുടെ ഞാൻ നിന്നെ ഇവിടെ വെച്ചിട്ടാ വളർത്തിയത്, അപ്പൊ ഞാനും നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. हर पल मैं आपको याद करती हूँ ना. कल क्या होगा मुझे पता है ना. आज तो मैं बाबा आपके पास बैठी हूँ ना. ഓരോ സെക്കൻഡും ബാബ ഓർമ്മിക്കുകയാണ് അല്ലെ. ബാബ ഇങ്ങനെ വളർത്തിയതിന്റെ റിസൾട്ടാണ് ഞാനും ഓരോ സെക്കൻഡും ബാബ ഓർമ്മിക്കുന്നുണ്ട്. ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. तो आज मुरली के हेडिंग में ही था, अगर तकदीर अच्छी बनाते तो नहीं बनाते अपने आप. आप देखो इसको नींद आ रही, देख 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 देख. टीचर को टीचर है ना, टीचर है ना. देखो 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 देखो. अभी मैं किसको देखूं, किसको क्लास कराऊं, किसको क्लास कराऊं. മുമ്പിൽ നിന്ന് ഉറങ്ങിയാൽ ആർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും ദാദിജി? അതുകൊണ്ട് നല്ല അലേർട്ട് ആയിട്ടിരിക്കണം. पल कैसी കണ്ണിങ്ങനെ ഉണ്ടാവണോ, ഇങ്ങനെ ചിമ്മരുത്, തുറന്നു വെച്ചിരിക്കണം. ऐसी हो तो लगतेगा पलकों में पालना ले रहे हैं. അങ്ങനെ കണ്ണുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഈശ്വരന്റെ കണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാ വളരണത്. तो हमारी पलकें बताएंगी किसकी पालना ले रहे हैं. നമ്മുടെ കണ്ണ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇവർ ആരുടെ പാലനയിൽ വളരുന്നവരാണെന്ന്. क्यों जैसे राजा का बच्चा होता है ये बताता है किसका बच्चा हो. ഇങ്ങനെ രാജകുമാരൻ മുഖം കണ്ടാ അറിയാം ആരുടെ സന്താനാന്ന്.
हम बाप दादा का बच्चा हूँ, शिव बाबा साकार बाबा दोनों कट्ठे बैठे हैं ना, मैं उनका बच्चा हूँ. ഇപ്പൊ നമ്മൾ ആരുടെ വെറും രാജകുമാരനൊന്നും അല്ല, സ്വയം ബാബ് ദാദയുടെ ശിവബാബ ബ്രഹ്മബാബ രണ്ടുപേരും ഒരുമിച്ചിരുന്ന നമ്മളെ വളർത്തുന്നത്. उसकी दोनों आंखें कैसी है, मेरी भी आंखें अच्छी हो गई है ना. ആ രണ്ടുപേരുടെയും കണ്ണ് എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ദൃഷ്ടിയോട് കൂടിയാണ് നമ്മളെ കണ്ടത്. നമ്മുടെ ജീവിതം നന്നായില്ലേ? तो शिव बाबा ब्रह्मा में आया तो उनकी आंखें बदल गई, पर हमारी देखने के लिए भी आंखें अच्छी हो गई ना. ശിവബാബ ബ്രഹ്മബാബയുടെ ദേഹത്തിൽ വന്നപ്പം ബ്രഹ്മബാബയുടെ ദേഹം കണ്ണ് അതിശയം കാണിക്കുന്നതായിട്ട് മാറി. അങ്ങനെ നമ്മളെ കണ്ടപ്പോൾ നമ്മളും ജീവിതം നോക്കി എത്ര ഉത്തമമായി. तो एक कहानी सुनाती हूँ. ഒരു കഥ പറയാം. जब पहले पहले हमको ज्ञान मिला ना, मैं समझती हूँ आप लोगों को ऐसे नहीं होता है, तो हमारी आंखें बदल गई थी बिल्कुल. तो सभी देखे इनकी आंखों में जादू हो गया, नहीं देख रहा उसको आंख में. ദാദി പറയുന്നത് ആദ്യം ഞാൻ ജ്ഞാനത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഇന്ദ്രജാലം ഉണ്ടായിരുന്നു. ആൾക്കാർ പറയുന്നു അയ്യോ അവരുടെ കണ്ണിലേക്ക് നോക്കാനേ പാടില്ല എന്ന്. बाबा की आंखें बड़ी अच्छी हो गई थी ना, मना दृष्टि देते ही हम बदल जाते थे. ബാബയുടെ ദൃഷ്ടി, ബ്രഹ്മബാബയുടെ കണ്ണ്, അങ്ങനെ എന്തോ അതിശയം ബ്രഹ്മബാബയുടെ കണ്ണിനെ കിട്ടി. ആരെ നോക്കിയാലും അവരുടെ ജീവിതം പരിവർത്തനപ്പെടുമായിരുന്നു. वो घर में आते थे, ये लौकिक है, ये लौकिक है, ये लौकिक है, और मैं कौन हूँ, नशा चढ़ गया था. ബ്രഹ്മബാബയുടെ കണ്ണ് ആരുടെങ്കിലും മേലെ വീണാൽ അവർ വീട്ടിൽ വരുമ്പോൾ ഇത് ലൗകികാണ്, ഇത് ലൗകികാണ്, ഞാൻ ആരുടെയാ, ഞാൻ ആരാ എന്നാ ലഹരി അവർക്ക് കയറി വരുന്നു. ഒന്ന് നോക്കിയാൽ മതി. ये जब खाते थे क्या कहते, लौकिक है, लौकिक है. अच्छा, यानी हम लौकिक है, हाँ लौकिक है. വീട്ടുകാർ പോലും പറയും നീ എന്തായി പറയണത്, ഞങ്ങൾ ലൗകികാണോ? അതെ നിങ്ങളൊക്കെ വെറും ലൗകികാണ് എന്ന് പറയായിരുന്നു. मिला परलौकिक बन गए अलौकिक. പാരലൗകികനെ കിട്ടിയപ്പോൾ അലൗകികമായി മാറി. परलौकिक बाप मिला तो अलौकिक बन गए. शिव ब्रह्मा बाबा अलौकिक, वो परलौकिक है. പാരലൗകിക അച്ഛനെ കിട്ടിയപ്പോൾ അലൗകികമായിട്ട് മാറി. ബ്രഹ്മബാബ അലൗകികമാണ്, അത് പാരലൗകികമാണ്. मैं पूछती हूँ ये ज्ञान किसको अच्छा लगा पहले, ये लौकिक है, वो परलौकिक, ये अलौकिक. ആർക്കാണ് ഈ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇത് വെറും ലൗകികം, അത് പാരലൗകികം, ഞാൻ അലൗകികം. അങ്ങനെ ഒന്ന് കൈപ്പൊക്കെ. कौन से भाई बहनों अच्छा लगा, ये लौकिक है, वो परलौकिक है, ये अलौकिक. ഇത് വെറും ലൗകികമാണ്, അത് പാരലൗകികമാണ്, ഞങ്ങൾ അലൗകികമാണ്. എന്നാൽ ലഹരി, എന്നാൽ ആ സന്തോഷം ആർക്കൊക്കെ കിട്ടിയത്? तब हम बांदेले भी थे, बांदेले थे. तो एक बार क्या दादी को मार खाती ना, क्या कर रही है, दादी को मार खाती ना, उसकी बहन बांदेली थी. दो बहन, अभी एक फोटो देखा, एक बहन दूसरी भी दादी इसमें थी. तो दो दादी, चार बहनें, तो टोटल 4 बहनें थी. दादी छोटी थी तो 2 बड़ी बहनें आ गई थी. तीसरा नंबर जो थी ना वो बांदेली हो गई. बांदेली हो गई तो मेरे को अंदर था मैं किससे मिलूं, मैं भी बांदेली थी. तो क्या था, घर से खींच हुई मैं बाहर निकली. तो बस में कभी चढ़ी नहीं थी, बस में चढ़ी तो वो बैठी थी बस में, मुझे पता नहीं था इसको भी ज्ञान लगा है. उसकी आंखें देखी, मैंने कहा ये इसको भी लग गया है. तो 1-2 को देखा तो मैं बस से उतर के उसके घर चली गई. पूछा बाबा को याद कर, आंसू बहाया, ये किया, छिपके दोनों ने. इतना बाबा के लिए प्यार पैदा हो. जब गीत सुना ना, पलकों में पाला, आहा बात मत पूछो. ദാദി പറയുന്നത് ജ്ഞാനത്തിൽ ആദ്യം വന്ന സമയത്ത് ദാദിയും ബന്ധനത്തിലായിരുന്നു. പ്രകാശ് മണി ദാദിജിയുടെ 4 പേരുണ്ടായിരുന്നു, അവർ സഹോദരിമാര്. അതിൽ പ്രകാശ് മണി ദാദിജിയായിരുന്നു ഏറ്റവും ഇളയ സഹോദരി. മൂത്ത 2 സഹോദരിമാരും ജ്ഞാനത്തിലുണ്ടായിരുന്നു. 3ാമത്തെ സഹോദരി കുറച്ച് ബന്ധനത്തിലായിരുന്നു. അപ്പോൾ ഒരു ബസ്സിൽ കയറിയപ്പം അവരെ കണ്ടപ്പോൾ തോന്നി അവർ ജ്ഞാനത്തിലുണ്ടെന്ന് അറിയില്ലായിരുന്നു. അവർ കണ്ണ് കണ്ടപ്പോൾ മനസ്സിലായി ഇവർ ബാബയുടെ പാലന വാങ്ങുന്നുണ്ട് എന്ന്. ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി ചോദിച്ചു നിനക്ക് ജ്ഞാനം കിട്ടും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ത് പറയാനാ, ബാബയുടെ ഓർമ്മയിൽ ബാബ എന്ന് പറയുമ്പോഴേക്കും തന്നെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ദാദിയും പറഞ്ഞു എനിക്കും അങ്ങനെയായിരുന്നു ആരംഭത്തിൽ തന്നെ കിട്ടിയ അനുഭവങ്ങൾ. ഇപ്പം ആ പാട്ട് കേട്ടപ്പം കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൺമണികളായിട്ടാണ് ഞങ്ങളെ വളർത്തുന്നത് എന്ന ആ പാട്ട് കേട്ടപ്പം ആ അനുഭവങ്ങളൊക്കെ ഓർമ്മ, ആ സ്നേഹം ഉണർന്നു. लौकिक तो लौकिक ही है ना, कैसे है लौकिक, तो उनसे लगा ये कैसे है. अलौकिक खींच रहा था, अलौकिक खींच रहा था.
तो ये समझाइए दुनिया कलयुगी पतित है न। तो आज बाबा ने कहा एक सीता को थोड़ी छुड़ाया है, अनेक भक्तों सीताओं को छुड़ाया है भगवान ने। പറയണ ലൗകിക എന്തിനാലും ലൗകികമാണല്ലോ. ജ്ഞാനം കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇത് എവിടെ കിടക്കണോ ഇത് എവിടെ കിടക്കണോ എന്ന്. അലൗകികമായപ്പോൾ ആ സുഖം കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. അതിനു മുമ്പ് വിചാരിച്ചു ലൗകികത്തിലത്തെ സുഖമാണ് എല്ലാം വലുതെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നുമില്ല എന്ന്. ബാബ ഇന്ന് മുരളിയിൽ പറഞ്ഞില്ലേ, ഒരു സീതയല്ല ബാബ മോചിപ്പിച്ചത്, അനേക സീതകളെ ബാബ രാവണന്റെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. तो जो भगत आत्मा है ना, एकदम बाबा मिला ना, तो लौकिकता छुए भी नहीं, मैं नजदीक भी नहीं, मैं चली जाऊं वहां से ना. ആരാണോ സത്യമായിട്ടുള്ള ഭക്താത്മാക്കൾ അവർക്ക് ജ്ഞാനം കിട്ടിയ ഉടനെ മനസ്സിലാവും ലൗകിക എന്നെ സ്പർശിക്കാൻ പോലും പാടില്ല, ഞാൻ അവിടെ നിന്ന് എവിടെങ്കിലും ഓടിയാലോ എന്ന് തോന്നുന്നു. तो इतना कंट्रास्ट का पता चलता है ना. बाबा की दृष्टि एकदम अशरीर बना देती है, देह के समझ से न्यारा बना देती है, जो वरदान में का ट्रस्टी बना देती है, जीवन सफल ही हो जाती है, समय सफल हो जाता है. ബാബയുടെ ദൃഷ്ടിക്ക് അത്ര ശക്തിയുണ്ട്, ബാബയുടെ ജ്ഞാനത്തിന് ബാബയുടെ പാലനയ്ക്ക് അത്ര പവർ ഉണ്ട്. നോക്കി എന്ത് വ്യത്യാസം ലൗകികത്തിനും അലൗകികത്തിനും തമ്മിലുള്ള എന്ത് വ്യത്യാസമാണ്. അവിടെ എവിടെയും കിട്ടാത്തതാണ് ബാബയുടെ നിന്ന് കിട്ടുന്നത്. ബാബ എന്ന് പറഞ്ഞില്ലേ, ട്രസ്റ്റിയാക്കി ബാബ ജീവിതം അലൗകികമാക്കി മാറ്റി, അശരീരിയാക്കി. ബാബയുടെ ഒരു ദൃഷ്ടി നമ്മളെ ജീവിതത്തെ അശരീരിയാക്കി മാറ്റി, എന്തിൽ നിന്ന് എന്താക്കി. दृष्टि ऐसी बाबा की है, उनसे सुनने बात जी चाहता है, उनसे बात करने जी चाहता है. उनसे ही सुनो, उनसे ही बोलूं, तुम ही संग खाऊं, तुम ही संग बैठूं, तुम ही अच्छा लगता है ना, मुझे और कोई अच्छा नहीं लगता है ना. ബാബയുടെ ദൃഷ്ടിക്ക് അത്ര അതിശയമുണ്ട്, അത്ര ശക്തിയുണ്ട്. ബാബയുടെ ദൃഷ്ടി ആരുടെ മേലെ വീണു അവർക്ക് ബാബ നിന്റെ കൂടെ ഉണ്ണുള്ളൂ, നിന്റെ കൂടെ ഉറങ്ങണം, നിന്റെ കൂടെ എൻ്റെ ഹൃദയത്തിലത്തെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം, നീ എവിടെ ഇരുന്നോ അവിടെ ഇരുത്തും, നീ എന്ത് തരുന്നോ അത് കഴിക്കും, നീ മാത്രമാണ് പ്രിയം, വേറൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല, വേറൊന്നിലും മനസ്സ് കുടുങ്ങുന്നില്ല. तो बाबा कहता है मैं भी तुम्हारे लिए ही तो आता हूँ ना, तुम्हारे से बात करने आता हूँ ना, तुम ही तो मेरे पास सुनने आते हो ना. നമ്മൾ പറയുമ്പോൾ ബാബ അങ്ങയുടെ കൂടെ ഇരിക്കുള്ളൂ, അങ്ങയുടെ കൂടെ ഉറങ്ങുള്ളൂ. അപ്പൊ ബാബ എന്താ പറയുന്നത്, നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്, നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്, നിനക്ക് പാലന തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്ന് ബാബയും പറയുന്നത്. बाबा को नशा चढ़ता है, वही मेरे कल पहले तो को कैसे भगत आत्मा फौरन आकर के बाबा बाबा करने लग पड़ती है. ബാബയ്ക്ക് ലഹരിയാണ്. അതൊക്കെ കഴിഞ്ഞ കൽപ്പത്തിലെ അതേ ആത്മാക്കൾ ബാബ വന്നുടനെ ഓടി വന്നിട്ട് ബാബ ബാബ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് ബാബയിൽ അങ്ങ് സ്വാഹ ആകാൻ തുടങ്ങാണ്. यहाँ करके मेरे थोड़े क्वेश्चन उठते हैं. पहले बाबा को पता चलता है ये मेरा बच्चा है, या बच्चे को पता है मेरा बाबा है. ദാദി പറയണ എനിക്കൊരു ചോദ്യം നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു. ആദ്യം ബാബയ്ക്കാണോ മനസ്സിലായത് ഇത് എൻ്റെ കുട്ടിയാണെന്ന്, അതോ നിങ്ങൾക്കാണോ മനസ്സിലായത് ആ ഇത് എൻ്റെ ബാബയാണെന്ന്? ओ हम कहते देखते हाँ तो अब मेरे बाबा हो. तो ऐसा मेरे जैसा नशा किसको है? എനിക്കുള്ള അത്ര ലഹരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? किसको नशा है? बाबा के मैं बच्ची देखता रहो आओ देखता रहो. ബാബ ദാദി പറയുന്നു, ബാബ പറയും എന്നോട് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കാം മോളെ, നോക്കിക്കൊണ്ടേയിരിക്കാം, വരും മോളെ, എന്നിട്ട് ഉമ്മ വയ്ക്കുന്ന രീതിയിലുള്ള സ്നേഹം ബാബയ്ക്ക് എന്നോടുണ്ട്. जो बच्चे बाबा को देखते हैं, बाबा बच्चे को देखता है, उन बच्चे में कितना प्यार होता है जिसको देखता है. ഏത് കുട്ടിയാണോ ബാബയെ തന്നെ നോക്കുന്നത്, വേറെ എവിടെയും ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകുന്നില്ല, ആ കുട്ടിയെ ബാബയെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബാബയ്ക്ക് എത്ര ശ്രദ്ധയും എത്ര സ്നേഹം ഉണ്ടാവും ആ കുട്ടിയോട്. वो अपने ऊपर आशिक नहीं करता है, मेरा मैं कौन है देख ले तुम भी ऐसे करो. അവര് മറ്റുള്ളവരെയും തന്നിലേക്ക് ആകർഷിക്കില്ല. നോക്കി ഞാൻ എന്താണോ നിങ്ങൾ അതുപോലെ ആയിക്കോളൂ, നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് കാണിക്കുന്നവരാണ്. तुमको ट्रांसलेशन मजा आ रहा है ना? ट्रांसलेशन करने मजा आ रहा है? सच मजा आ रहा है ना? जी सच पूरा ठीक ट्रांसलेशन सेम करती है ना? हाँ मेरा मैशूक कौन है? എന്റെ പ്രിയതമൻ ആരാ? कितना नशा चढ़ा हुआ है, तुम भी ऐसे बनो. दोनों का उसको नहीं दिखाई पड़ता है ये फीमेल है या मेल है. आत्मा अच्छी भगत आत्मा, कल पहले वाली आत्मा, हाँ बाबा मैं आपकी हूँ ना. ബാബയ്ക്ക് മെയിലാണോ ഫീമെയിൽ അതൊന്നും ബാബ കാണാറില്ല. എല്ലാവരും കൽപ്പത്തെ ഭക്ത ആത്മാക്കളാണ്, അവർക്ക് വേണ്ടി മാത്രമാണ് ബാബ വന്നിരിക്കുന്നത്. जैसे बाबा कहता है कौन आया, ബാബ പറയാറില്ലേ ആരാണ് എന്റെ पराये देश में आया है.
പരദേശത്തിൽ ആരാ വന്നിരിക്കുന്നത്? कहता ये मेरा देश तो है ही नहीं. ബാബ ഇത് എന്റെ നാടൊന്നും അല്ല, सत्युग भी मेरा देश नहीं है. സത്യുഗം പോലെ എന്റെ നാടല്ല. बाबा को बड़ा ये सत्युग भी नहीं है पर ऐसे कलय युग में आता हूँ. मुझे बुलाते कलय युग में, सत्युग में बुलाते भी नहीं हो. ഞാൻ വരുന്ന തന്നെ കലിയുഗത്തിലാണ്. നിങ്ങൾ എന്നെ വിളിച്ചതും കലിയുഗത്തിലാണ്, സത്യുഗത്തിൽ നിങ്ങൾ എന്നെ വിളിക്കാറേ ഇല്ല. वहां से आया हूँ तुमको शांति धाम ले जाने के लिए. ഞാൻ അവിടുന്ന് വന്നിരിക്കുകയാണ് നിങ്ങളെ ശാന്തിധാം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. तो मेरे को कभी कभी बाबा पर बड़ा तरस पड़ता है. എനിക്ക് ചിലപ്പോൾ ബാബയോട് ദയ തോന്നാറുണ്ട്. सदाई तो शांति धाम में रहता है, സദാ ശാന്തിധാമത്തിൽ തന്നെ ഇരിക്കുക പാവം. सत्युग में आता ही नहीं. हम कहते आओ, कहते नहीं आऊँगा. अब सत्युग में आऊँगा तो कलयुग में आना पड़ेगा, मुझे नहीं आने का है. സത്യത്തിൽ വരൂ ബാബ, അവിടെ നല്ല സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, വരൂ ബാബ എന്ന് പറഞ്ഞാൽ ബാബ പറയും ഇല്ല വരില്ല. എന്നുവെച്ചാൽ സത്യത്തിൽ വന്നാൽ പിന്നെ കലിയുഗം വരയ്ക്കും. ആര് വന്നവർക്ക് റീബർത്ത് എടുക്കണ്ടേ? मैं कहती हूँ भक्ति में तो फिर भी आपको भक्तों की कामना पूरी करनी पड़ती है. देवताएं थोड़ी करते, तुमको ही करनी पड़ती है. बस अभी सत्य में फ्री बैठेगा, शांति क्या करेगा? बोला अज्जा अभी खुश होते हो ना, मेरे से खुशी जितने ले लो. बाबा अब खुश तो रहो आप. तो बाबा ने एक वरदान में कहा, देखो बाबा को क्या बात अच्छी लगती है वो कर लो. പറയണ ദാദി ഒരിക്കൽ ബാബയോട് പറഞ്ഞു, ബാബ ദ്വാപരകം തൊട്ട് ബാബയ്ക്ക് ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കണം. ദേവന്മാരാണോ പൂർത്തിയാക്കുന്നത്? ദേവന്മാരുടെ ഗതി തന്നെ ദ്വാപരകത്തിൽ എന്തായി? അപ്പൊ പൂർത്തിയാക്കുന്ന അങ്ങ് തന്നെയാണ്. പിന്നെ അപ്പുറമോൾക്ക് ജോലിയാണ്. സത്യവുത്തിലല്ലേ സന്തോഷം കിട്ടുള്ളൂ. കുറച്ച് സന്തോഷം അനുഭവിക്കും ബാബ, ഒന്ന് സത്യവുത്തിൽ വന്നേരെ ബാബ എന്ന് പറഞ്ഞു. അപ്പൊ ബാബ എന്താണ് പറഞ്ഞത്? സത്യമായിട്ട് എനിക്ക് സന്തോഷം വേണമെങ്കിൽ ഞാൻ പറയണത് അനുസരിക്കും, ഞാൻ പറഞ്ഞതുപോലെ. बाबा इतना देने आता है, कितना देता है, कितना देता है. वो खुशी इतनी देता है, शांति इतनी देता है. कहते इतनी देता हूँ जो दाता बन जाओ, तुम भी देने लग पड़ो. അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ സംഗമത്തിൽ ഞാൻ എന്തെല്ലാം തരുന്നുണ്ട്, എത്ര തരുന്നുണ്ട്, സന്തോഷം, സ്നേഹം, ഞാൻ എന്തൊക്കെ തരുന്നോ ദാതാവായിട്ട് എല്ലാവർക്കും കൊടുക്കും. परंतु वो खुश तब होता है जब देने लग पड़ते हैं. कहते हाँ मैंने दिया, तुम देने. अच्छा अच्छा. ബാബയെ സന്തോഷിപ്പിക്കാനുള്ള വഴി എന്താണെന്നറിയാം? ബാബ എപ്പോഴാണെന്നറിയാം സന്തോഷിക്കുക? സത്യത്തിലല്ല, നമ്മൾ ബാബ തന്ന് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് പറയും? ആ നീ കൊടുത്തു അല്ലേ എന്നിട്ട് കവളത്തെ പിടിച്ച് ഉമ്മ വയ്ക്കും. समझो सुबह से लेकर के रात तक मैंने खुशी दी. मैंने कहाँ से लाई? बाबा ने दी. बाबा देख रहा है बच्ची ने सुबह से रात तक खुशी दी और कुछ काम नहीं करती है, सपनों में भी खुशी देती है और कुछ नहीं करती है. तो क्या करता है, क्या करता है? ബാബ നോക്കുന്നുണ്ട്, രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും ഈ കൊച്ചു എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്നുണ്ട്, സ്വപ്നത്തിൽ പോലും സന്തോഷം കൊടുക്കുന്നത്, ആരെയും വേദനിപ്പിക്കുന്നില്ല, ദുഃഖിപ്പിക്കുന്നില്ല. അങ്ങനെ കണ്ടാൽ ബാബ എന്ത് ചെയ്യുന്നറിയോ? എന്താ ചെയ്യാ? तो मेरे को कहता है कुछ चाहिए, मैं कहता आपको कुछ चाहिए. ബാബ എന്നോട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും വേണോ? ഞാൻ ബാബയോട് ചോദിക്കാം അങ്ങക്ക് എന്തെങ്കിലും വേണോന്ന്. बाबा ने एक बारी मुझे कहा, बच्ची दिल कहता है तेरे को कोई सौगात दूं. मैंने कहा आपके पास कुछ रखा है? बच्ची दे दो, कुछ रखा है? ഒരിക്കൽ ബാബ പറഞ്ഞു, മോളെ നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണേ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബാബ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ തരാനായിട്ട്? कुछ चाहिए बच्ची में. मैंने बताओ ना क्या है आपके पास. എന്തെങ്കിലും വേണോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഒന്ന് പറഞ്ഞേ അങ്ങനത്തെ എന്താ ഉള്ളതെന്ന്. बाकी पहले गले लगा लिया, കെട്ടി പിടിച്ചിട്ട് ഉമ്മ വെച്ചു. बस അത് മതി. बाकी क्या चाहिए? बाबा गले लगा देवे, गले माला बन गए, बाकी क्या चाहिए? സ്വയം ഈശ്വരൻ ആലിംഗനം ചെയ്ത് ഉമ്മ തരിക. ഇനി എന്ത് വേണം? കഴുത്തിലെ കഴുത്തില് മാലയായിട്ടിട്ടു. അതിൽ പരം എന്താ ഉള്ള വലുതായിട്ട് തരാൻ? तो ये फर्स्ट टाइम है अवजत बाबा ने कहा, कभी नहीं कहा था. फर्स्ट टाइम अभी कहा, बच्ची कोई पूछे भगवान कहाँ है, तुमको भगवान से पूछे तुम कहाँ रहते हो. ബാബ ആദ്യമായിട്ട് ബാബ ആദ്യമായിട്ട് പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായിട്ട് ബാബ ആ വാക്ക് പറഞ്ഞത്, മോളെ ആരെങ്കിലും നിന്നോട് ചോദിക്കാതെ നിൽക്കട്ടെ ഈശ്വരൻ എവിടെ വസിക്കുന്നത്, നീ പറയാം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. अभी भगवान को नशा है, मैं शांति धाम का रहने वाला अभी कहाँ रहता हूँ? बच्चों की दिल में. अच्छा क्यों दिल वाला है ना. ആരെങ്കിലും കുട്ടികളോട് ഭഗവാനോട് ചോദിക്കാതിരിക്കട്ടെ അങ്ങ് എവിടെ വസിക്കുന്നത്. അപ്പൊ ഈശ്വരനും അഭിമാന പറയാനായിട്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ശാന്തിധാം നിവാസിയായിട്ടുള്ള ഈശ്വരൻ ഈ ഭൂമിയിൽ വന്നപ്പം എല്ലാരും പിടിച്ച് അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. हमारे से कोई कुछ भगवान कहाँ है,
നമ്മളോട് ആരും ചോദിക്കുക ഈശ്വരൻ എവിടെയാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? तो कभी എന്റെ दिल ഹൃദയത്തില്. दिल सदा खुश, पहले सच साफ दिल है, सच्ची दिल है, खुश दिल है, रहम दिल है, बरी दिल है, मजबूत दिल है. ആദ്യം മനസ്സിനെ സാഫ് ശുദ്ധമാക്കണം, പിന്നെ സച്ചി ശുദ്ധമാക്കുമ്പോൾ സത്യസന്ധമാകും. അപ്പം കുഷ് ഉസ്കെ തീസറ കുഷ് ദിൽ, 5 बताई ना. മൂന്നാമത്തേത് കുഷ് സന്തോഷത്തിന്റെ ദിൽ, നാലാമത്തെ രഹം ദിൽ ദയാദിൽ, അടുത്ത പവർഫുൾ. ഇതാണ് 5 സ്റ്റേജസ്. स्ट्रांग है बरी. ശുദ്ധമായാൽ ശുദ്ധായാല് സത്യസന്ധാവും. अरे ये क्यों हुआ, ये क्यों, जब ये क्या बोला, आप 5 गिन रही है, कौन सा दिल है? इतनी मजबूत दिल है. ആദ്യം ശുദ്ധമാകുമ്പോഴാണ് സത്യസന്ധമാവുന്നത്. സത്യസന്ധാകുമ്പോൾ അപ്പോഴാണ് സന്തോഷം വരുന്നത്. സന്തോഷം വരുമ്പോഴാണ് ദയ വരുന്നത്, മറ്റുള്ളവർക്കും കൊടുക്കണമെന്നുള്ള ദയ വരുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് സ്ട്രോങ് ആവുന്നത്. तो भगवान कहता है ऐसी दिल, मैं कहेंगे ऐसी दिल मेरी किसने बनाई, तुमने तो बनाई. ഭഗവാൻ പറയാണ് അങ്ങനത്തെ ഹൃദയം ആരാ ഉണ്ടാക്കിയത്? നീ തന്നെ ഉണ്ടാക്കിയതെന്നാ ബാബ പറയണേ. तो ऐसी दिल बनाने वाला दिल वाला मेरा बाबा है ना. നമ്മുടെ ഹൃദയം അങ്ങനെ ആക്കുന്ന ദിൽ വാല ആണ് നമ്മുടെ അച്ഛൻ. तो पहले बाबा कहता था, तो दिल वाला मंदिर में जाकर देखो तुम्हारा कमरा कहाँ है. अभी मैं यहाँ आती हूँ, मेरा कमरा कहाँ है. ये दिल वाला यहाँ बैठा है, मेरा कमरा का, पर कमरा ढूंढ लिया. ബാബ പണ്ട് പറയായിരുന്നു, ദിൽവാല അമ്പലമില്ല, അവിടെ പോയിട്ട് നിന്റെ റൂം ഏതാണ്, അവിടെ 108 പ്രതിഷ്ഠ ഉണ്ടല്ലോ, നിന്റെ റൂം ഏതാണെന്നൊന്ന് പോയി നോക്കണം എന്ന് പറയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കി എൻ്റെ റൂം എവിടെയാന്ന്. ദിൽവാല എവിടെയുണ്ട്, അപ്പൊ എൻ്റെ റൂം ഇവിടെ ഉണ്ടാവുക? दिलवाला यहाँ, कमरा यहाँ. ദിൽവാലയുടെ അടുത്ത എൻ്റെ റൂം. देखो तो क्या था, बाबा अव्यक्त होने के पहले जून मास में मधुबन में थी, जहाँ टावर ऑफ पीस है ना, वहाँ बाबा मेरे साथ पैदल कर रहा था. तो उन दिनों में जो होता था, मैं क्या सेवा करूं, ट्रैवलिंग बहुत नहीं करती थी. और बेंगलोर मद्रास, अभी आप लोग बेंगलोर वालों को नहीं बुलाते हो, आगे मैं मद्रास जाती थी, बेंगलोर जाती थी, बेंगलोर जाती थी, मद्रास जाती थी. समझा उलन, मेरी बात सुनो पहले. फिर क्या था, मैंने कहा अभी वो ट्रैवलिंग नहीं करती थी. तो बाबा ने को मैंने कहा, बच्ची यहाँ सामने ट्रेनिंग सेंटर है ना, उसके पिलर्स लगे थे, यहाँ ट्रेनिंग सेंटर बना दूंगा, तुम यहाँ करके टीचर्स को ट्रेनिंग देना. और यहाँ सामने जहाँ इंद्रप्रस्थ में रहती हूँ, यहाँ तुम कमरा बना के दूंगा. तो बाबा ने अव्यक्त हुआ ना, 1 जनवरी में अव्यक्त हुआ, मई मास में ट्रेनिंग सेंटर तैयार हो गया. और फिर हमको इंद्रप्रस्थ भी कमरा बना के दे दिया. देखो तो दिल वाला है ना, दिलों को ख्याल है ना, मेरा बच्चा बच्ची कहाँ रहेंगी, बच्चा कहाँ रहेगा. ദിൽവാല ബാബയ്ക്ക് നോക്കി സങ്കല്പമുണ്ട്, ഓരോ കുട്ടിയെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ മറ്റുള്ള കുട്ടികളുടെ സേവ ചെയ്യാൻ ഉപയോഗിക്കണം. ബാബ അവ്യക്തമാണെങ്കിൽ തൊട്ട് മുമ്പായിട്ട് ദാദിജി ആയിട്ട് ആ ശാന്തി സ്തംഭം ഉണ്ടല്ലോ, ഇപ്പം അവിടെ ദാദിയുടെ കൈ പിടിച്ച് ബാബ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പില്ലർ ഇട്ടിട്ടുണ്ടായിരുന്നു, ബിൽഡിംഗ് പണിയാനായിട്ട് പില്ലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ദാദിജി അപ്പോൾ യാത്ര ചെയ്യായിരുന്നു, ബാംഗ്ലൂർ മെഡ്രാസ് അങ്ങനെയൊക്കെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പില്ലർ ഇട്ട് അവിടെ ബാബ പറഞ്ഞു, മോളെ ഇവിടെ ട്രെയിനിങ് സെൻ്ററാണ്, ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്ററാണ്, ഇത് പണിത് കഴിയുമ്പം നീ ഇവിടെ തന്നെ താമസിക്കണം, പിന്നെ യാത്ര ഒന്നും ചെയ്യരുത്. അവിടെ ഒരു റൂം ഉണ്ട്, ഇന്ദ്രപ്രസ്ഥ ഉണ്ടല്ലോ, അവിടെ നിനക്ക് ഞാൻ ഒരു റൂം പണിത് തരാം, അവിടെ ബാബ താമസിക്കുന്നത്, അതിൻ്റെ അടുത്ത് തന്നെ നിനക്ക് റൂം പണിത് തരാം. നോക്കിയാൽ ദിൽവാലായിട്ടുള്ള ബാബ എത്ര ശ്രദ്ധയാണ് ഓരോ കുട്ടിയെ പ്രതിയും, ഓരോ കുട്ടികളെയും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഇവിടെ താമസിക്കണം എന്ന് ദാദിക്ക് പ്രോഗ്രാം കൊടുത്തു. मुझे कमरा चाहिए नहीं, पर बाबा ने ज्ञान सरोवर में कमरा बना दिया, दादी ने शांतिवन में कमरा बना के दे दिया है. शक्ति भवन रहती हूँ शांतिवन में, इंद्र पर कमरा बना. तो जो हमारे कमरे में आते, जैसे वो कल भगत आत्मा ने कहा हमारे कमरे में आवे दादी, तो मैं भी कहती हूँ हमारे कमरे में कौन आएगा, किसने कमरा बना के दिया है. അതുകൊണ്ട് എനിക്ക് റൂമേ വേണ്ട, പക്ഷേ ഗ്യാൻ സരോവർ പണിതപ്പോഴും ദാദിക്ക് വേണ്ടിയിട്ട് ഒരു റൂം പണിതു വടി ദാദിജി. അതേപോലെ ശാന്തിവൻ പണിതപ്പോൾ അവിടെ ശക്തി ഭവൻ ഉണ്ടല്ലോ, അവിടെ പണിത് കൊടുത്തു, റൂം പണിത് കൊടുത്തു. അപ്പം ദാദിക്ക് അതൊന്നും വേണ്ട, പക്ഷേ എല്ലാവരുടെയും ബാബയുടെ ഹൃദയത്തിൽ താമസിച്ചപ്പം എവിടെ ബാബയുടെ വീടുണ്ട് അവിടെയൊക്കെ ബാബ തൻ്റെ കുട്ടികൾക്ക് ഹൃദയത്തിൽ താമസിക്കുന്നവർക്ക് വേണ്ടി റൂം പണിയുന്നുണ്ട്. कमरा बना के बाबा देता है, परंतु लंदन में मेरा जो टेंशन रोड वहाँ भी कमरा है, बाबापुर में कमरा है, ज्ञान यहाँ क्या डायमंड हाउस में कमरा है, फिर हमारा
जियासी में कमरा है, वर्दिंग में कमरा है, जहाँ तक कमरा ही कमरा है। कमरा क्यों बना, किसने बना? दिल वाला ने कमरा बना के। तो कहते दादी कमरे में पावर बहुत है। पावर किसकी है? मेरा नहीं है, बाबा ने बना के दिया है। लिख दो। പറയണം ബാബയുടെ ഹൃദയത്തിൽ ബാബയെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് എവിടെയൊക്കെ നോക്കിയാൽ എനിക്ക് റൂമേ വേണ്ട, പക്ഷെ എവിടെയൊക്കെയാ റൂം? ലണ്ടനിൽ തന്നെ 5 സ്ഥലത്ത് എവിടെയൊക്കെ ഭവനം പണിതിട്ടുണ്ട്, അവിടെയൊക്കെ റൂമുണ്ട്. ആ റൂമിൽ വരുന്നവരൊക്കെ പറയാണ് ദാദിയുടെ റൂമിൽ നല്ല പവർ ഉണ്ട് എന്ന്. എന്തുകൊണ്ടാ? ബാബ പണിത് തന്നതായതുകൊണ്ടാണ് അവിടെ അത്ര ശക്തി. सारी दुनिया बहनें घूम करके आती है, कहते नहीं डायमंड हाउस में जो दादी का कमरा है ना, बाबा उनका वहाँ पावर बहुत है. ലോകം മുഴുവനും കറങ്ങിയിട്ട് വരുന്നവർ പറയും ഡയമണ്ട് ഹൗസിൽ ദാദിജിയുടെ റൂമില്ലേ, അവിടെ വളരെ നല്ല വൈബ്രേഷൻ ആണ്, നല്ല ശക്തി ഉണ്ടെന്ന് പറയാറുണ്ട്. तो बाबा ने क्या कहा है वरदान में? शक्तियाँ और समय. जो सफल नहीं करता वो ग्रस्ती है. ബാബ എന്താ പറയുന്നത്? ആരാണോ സഫലമാക്കാത്തത് അവർ ഗൃഹസ്ഥിയാണ്, സഫലമാക്കുന്നവരാണ് ശക്തികൾ. तो शक्तियाँ कहाँ से लाई है हमने? ഈ ശക്തി എവിടുന്ന് കിട്ടി ഞങ്ങൾക്ക്? सर्वशक्तिवान बाबा कहते हैं तू कल आज रात को मुझे इतना अच्छा अनुभव था, इतना अच्छा था, अमृत वेला इतना अच्छा था, तो मुझे लगा बाबा आप कितना ऊंचा बना रहे हो, मैं अभी कहाँ जाऊँ? आप जितना ऊंचा हो वहाँ रहूँ, उनके पास उनके से कोई ऊंचा है क्या? यहाँ कहाँ हूँ, यहाँ मैं कहाँ हूँ? ദാദി പറഞ്ഞ ഇന്നലെ രാത്രി നല്ല സന്തോഷം ഉണ്ടായിരുന്നു, എനിക്ക് രാവിലെ അമൃതവേളയിൽ നല്ല സന്തോഷമായിരുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ അങ്ങ് എത്ര ഉയരങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്, ഞാൻ എവിടെ താമസിക്കേണ്ടത്? പരന്താമത്തിൽ അങ്ങോട്ട് അടുത്താണ്, അതിനേക്കാൾ മുകളിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ട് താമസിക്കാൻ? അത്ര ഉയർന്ന അവസ്ഥയിലേക്ക് അങ്ങ് കൊണ്ടുപോകാണ് എന്നെ. भक्ति मार्ग में हमारे पुजारी भगत मंदिर बनाएंगे, मंदिर में मेरी मूर्ति बना के रखेंगे. अभी तो आपने मेरी को मूर्ति बनाया है, मैं कहाँ रहूं, कैसे रहूं? मूर्ति बनाने वाले को देखूं, अपन को देखूं या देखने वालों को देखूं, ये कैसे देख रहे हैं? ബാബയോട് പറഞ്ഞു, ബാബ ഭക്തിമാർഗത്തിൽ ഭക്തന്മാർ നല്ല മൂർത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രതീക്ഷിക്കും അമ്പലത്തില്, പക്ഷെ ഇപ്പൊ അങ്ങ് സാക്ഷാത് മൂർത്തിയാക്കിയിട്ട് ജീവനുള്ള മൂർത്തിയാക്കി എന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരെയാ കാണേണ്ടത്? മൂർത്തിയാക്കുന്ന അങ്ങയാണോ കാണേണ്ടത്, അല്ല മൂർത്തി ആയിക്കൊണ്ടിരിക്കുന്ന എന്നെയാണോ കാണേണ്ടത്? അതോ എന്നെ നോക്കിയിട്ട് അനേക ആൾക്കാർ മൂർത്തി ആകണോ വേണ്ടെന്ന് ആലോചിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്, മൂർത്തി ആയിക്കൊണ്ടിരിക്കുന്നവർ കുറെ പേരുണ്ട്. എന്നെ നോക്കിയിട്ട് അതുപോലെ ആകാനായിട്ട് അവരാണോ നോക്കേണ്ടത്, എവിടെ നോക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ബാബയോട്. केरला में यहाँ सिखा दो, छोटा बच्चा भी बड़ा भी पाँव जरूर पड़ेगा. अरे भगत आत्मा हो क्या तुम? तो ज्ञानी आत्माओं नहीं पर हो ना तुम ऐसे. तो इसलिए भक्ति मार्ग में क्या करते हैं? मूर्ति को दूर करते हैं. कोई मूर्ति के आगे पाँव रख नहीं सकते हैं, हम पाँव को हाथ से रख नहीं सकते हैं. तो मैं ये तो तेरे पाँव को हाथ से नहीं रखो, पर तो ऐसे. കേരളത്തിൽ പറഞ്ഞു കൊടുക്കണം. ഇന്നലെയും തന്നെ കുറേ പേര് അവിടെ ദാദിയുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കൊടുക്കണം എല്ലാവരോടും കാല് തൊട്ട് നമസ്കരിക്കല്ല വേണ്ടത്, ഇങ്ങനെ സന്തോഷമായിട്ട് നോക്കിയിട്ട് ദൃഷ്ടിയിൽ കൂടെ ശക്തി എടുക്കുക വേണ്ടത്. അത് ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് അമ്പലത്തിൽ മൂർത്തിയെ ദൂരെ വെക്കുന്നത്, ആർക്കും കാല് തൊടാൻ പറ്റില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളെല്ലാരും ഭക്തന്മാരല്ല, ജ്ഞാനിത്വ ആത്മാക്കളാണ്, ദൃഷ്ടിയിലൂടെ ശക്തി എടുക്കേണ്ടവരാണ്. एक दो को देख करके बाबा का वरदान बहुत अच्छा लगा. समय और शक्तियाँ दोनों हमको ट्रस्टी बना रहे हैं. कोई गृहस्थी संस्कार नहीं है, मेरा तेरा संस्कार नहीं है. സമയവും ബാബയും നമ്മളെ ട്രസ്റ്റി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിന്റെ എന്ന ഭാവമില്ല, ഗൃഹസ്ഥയുടെ സംസ്കാരം യാതൊന്നും നമ്മുടെ ഉള്ളിലില്ല, നമ്മൾ ട്രസ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. और किससे कंपटीशन नहीं है, किससे कोई मुझे चाहिए किससे नहीं. सब अच्छे हो तुम अच्छा बन जाओ ना, ये अच्छा है. ആരോടും കോമ്പറ്റീഷൻ ഇല്ല, എല്ലാവരും നല്ലവരാണ്, നിങ്ങൾ നന്നായാൽ മതി, ആ ഒരൊറ്റ ഇച്ഛ എനിക്കുള്ളൂ. तो किसने पूछा तुमको कोई इच्छा है? ആരോ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ഛയുണ്ടോ എന്ന് ചോദിച്ചു. मैंने कहा एक ही इच्छा आद से रही है, जो बाबा को अच्छा लगता है ना वही मुझे करना है. ഒരേ ഒരു ഇച്ഛ, ആദ്യം തൊട്ട് എനിക്കുള്ള ഒരേ ഒരു ഇച്ഛ, ബാബയ്ക്ക് എന്താണോ അച്ഛ ഇഷ്ടപ്പെടുന്നത് അത് ഞാൻ ചെയ്യണം, ആയിത്തീരണം, ആ ഇച്ഛ. इतना अच्छा हो गया है, बाबा की जो इच्छा है पूरी करने से मेरे और कोई सब खुश है, सब खुश है. क्यों? मैं इच्छा बाबा की पूरी करती हूँ, खुश आप होते हो. പറയണ ഇപ്പം ബാബയുടെ ഇച്ഛ പൂർത്തിയാക്കിയതുകൊണ്ട് അത്ര അച്ഛായി
എന്നെ കാണുന്നവർക്കൊക്കെ സന്തോഷമാണ്. ഞാൻ ബാബയുടെ ഇച്ഛയെ പൂർത്തിയാക്കുന്നത്. പക്ഷെ ആരുടെ ഇച്ഛ പൂർത്തിയാക്കാൻ അവരല്ലേ സന്തോഷിക്കേണ്ടത്? പക്ഷെ കാണുന്നവരൊക്കെ സന്തോഷിക്കണം. अगर आप सबकी इच्छा पूरी करने बैठ जाओ ना तो वो रह जाएंगी बेहद की. മനുഷ്യരുടെ ഇച്ഛ പൂർത്തിയാക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ആ ഈശ്വരന്റെ ആശ അവിടെ നിന്ന് പോയെന്നെ. आप टीचर्स बहने कभी कभी भारी होते हो ना सबकी इच्छा पूरी करने के लिए. ടീച്ചേഴ്സ് ചിലപ്പോൾ എല്ലാവരുടെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ वहाँ बैठिए, कहाँ बैठिए टीचर्स, देखो कितना ये टीचर थोड़ी है, भारी है थोड़ी. പറയണ എല്ലാവരുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ നോക്കുമ്പോൾ ചിലപ്പം ചിലരുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ലേശം മനസ്സ് ഭാരിച്ചതാവാറുണ്ട്. അതുപോലെ അവിടുത്തെ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ ഈ ഭാരം ഇല്ലാണ്ടാവും. इसलिए मैंने टीचर बनी हूँ ना, मेरे कोई स्टूडेंट है, मैं फ्री हूँ. ഞാൻ ടീച്ചറും ആയില്ല, അതുകൊണ്ട് എനിക്കൊരു സ്റ്റുഡൻറ്റും ഇല്ല, ഞാൻ ഫ്രീ ആണ്. मेरा बाबा है तो मैं बच्चा ही हूँ. ബാബ എൻ്റെ അച്ഛൻ, ഞാൻ സന്താനം. और मैं स्टूडेंट हूँ अभी तक. ഇതുവരെ ഞാൻ സ്റ്റുഡൻ്റ് ആണ്. अच्छा स्टडी करना है तो खुश होता है टीचर. നന്നായിട്ട് സ്റ്റഡി ചെയ്താൽ ടീച്ചർ തൃപ്തനാകും. एक बार मम्मा ने कहा इतना इतना 1 मिनट, सब जो पांडव भवन है ना जहाँ इशू बन रहती है ऑफिस है, वही था क्लासरूम. हिस्ट्री हॉल पीछे बना था. तो वो मम्मा आ रही थी, किसने 1 सेकंड मेरे से बात किया. मम्मा ने कहा तुम तो पढ़ के पास हो गई. अच्छा. और यानी 1 मिनट कभी क्लास में लेट नहीं आई. स्टूडेंट हूँ तुम. മമ്മ ഒരിക്കൽ അവിടെ ഇപ്പോൾ നമ്മുടെ പാണ്ഡവ ഭവനിൽ നേരെ കയറി ചെല്ലുമ്പോൾ ബാബ റൂമിൻ്റെ ഇപ്പുറത്ത് ഈശുദാദിയുടെ ഉണ്ടല്ലോ ഓഫീസുണ്ട്, അതായിരുന്നു പണ്ട് ക്ലാസ് റൂം. മെഡിറ്റേഷൻ ഹാളിൽ പിന്നെയാണ് പണിതത്. അപ്പോൾ അവിടേക്ക് ദാദി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മ അവിടെ വന്നപ്പോൾ പറഞ്ഞു, നീ സ്റ്റുഡൻറ്റ് പാസ്സായി കഴിഞ്ഞു. എന്നുവെച്ചാൽ ഒരു ദിവസമെങ്കിലും ക്ലാസ്സിൽ ലേറ്റായിട്ട് വന്നിട്ടില്ല, സമയത്തിന് മുമ്പ് എത്തും. मुझे कहा 7:30 यहाँ आना, बस 7:45 हुआ. मैंने देखा ही नहीं, मुरली यहाँ सुना रही है. कहाँ मुरली पूरी हो गई, तुम चलो. देखो 7:30 എന്നോട് വരണം എന്ന് പറഞ്ഞു. ഞാൻ 7:45 വന്നപ്പോഴും മുരളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. टाइम पर मुझे हाजिर होना है ना. പക്ഷെ ഞാൻ സമയത്ത് ഹാജരായി. पर मैं एग्जाम्पल बनना है ना. 6 मिसाल तो बाबा को इजी हो जावे ना. ഞാൻ എക്സാമ്പിൾ ആയാൽ, ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ബാബയ്ക്ക് പഠിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ. എൻ്റെ ലക്ഷ്യം അതാണ്. ഞാൻ എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ ഉദാഹരണമാവണം. फिर कहता है इंस्ट्रूमेंट बनो. तो इंस्ट्रूमेंट को इंस्ट्रूमेंट किसने बनाया? वंडरफुल इंस्ट्रूमेंट है. पर इंस्ट्रूमेंट होवे, बजाने वाला ना हो तो बनाने वाला भी वो, बजाने वाला भी वो. मैं क्या हूँ? इंस्ट्रूमेंट हूँ ना. पर बनाया किसने? നമ്മൾ വെറും ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. നമ്മൾ എന്തൊക്കെ ആയാലും നമ്മുടെ ഓർമ്മയിലുണ്ട് ഞാൻ വെറും ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ ആരാക്കിയത് ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്? ഇനി ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിനെ ഉപയോഗിക്കാനുള്ള ആളില്ലെങ്കിലോ? അതും വേണമല്ലോ. ആ ഉപയോഗിക്കുന്ന ആളും ഉണ്ടാക്കിയ ആളും ആ ഒരു ഈശ്വരൻ തന്നെയാണ്. तो वरदान में गृहस्थी नहीं हूँ, ट्रस्टी हूँ, माना इंस्ट्रूमेंट हूँ. വരദാനം, ഇന്നത്തെ വരദാനം ട്രസ്റ്റി അല്ല, ഗൃഹസ്ഥിയല്ല, ട്രസ്റ്റിയാണ് എന്നാണ്. എന്നുവെച്ചാൽ ഇൻസ്ട്രുമെന്റ് ആണ്. बाबा सदा ट्रस्टी रहा है. ബാബ അങ്ങനെയായിരുന്നു. ബ്രഹ്മ ബാബ സദാ ട്രസ്റ്റി ആയിരുന്നു. सेवा कितनी की है, मैं नहीं करता हूँ, बाबा करता है. എത്ര സേവ ചെയ്തിട്ടുണ്ട് ബ്രഹ്മ ബാബ. പക്ഷെ എപ്പോഴും പറയായിരുന്നു ഞാനല്ല ചെയ്യണത്. तो हल्का भी है, सफल भी होता है. निष्फल कुछ 1 पेनी भी नहीं जाएंगी, 1 मिनट भी नहीं जाएगा. ബ്രഹ്മ ബാബ എല്ലാം സഫലമാക്കി. ഒരു പെനി, ഒരു നയാ പൈസ പോലും, ഒരു സെക്കൻഡ് പോലും പാഴാക്കിയിട്ടില്ല. तो पेनी पेनी सफल ही हो रही है. जिन्होंने पेनी पेनी डाली, जितना भी डाला सफल ईंटों में चला गया. अब वहाँ का कोई कहेगा मैंने दिया था, कहाँ दिया था, कहाँ रखा है? अरे ईंटों में चला गया. ഓരോ निकालो यहाँ से. എല്ലാവരും ഓരോരുത്തർ ഓരോ നയാ പൈസ കൊടുത്തത് ഉപയോഗിച്ചിട്ടാണ് നോക്കിയേ സഫലമായി എത്ര വലിയ കെട്ടിടം പണിതു. എല്ലാം ഇഷ്ടികയായിട്ട് മാറിക്കഴിഞ്ഞു. ആരും ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് എടുത്തേ നോക്കട്ടെ, എല്ലാം ഇഷ്ടികയായിട്ട് മാറിക്കഴിഞ്ഞില്ലേ, എടുക്കാൻ പറ്റില്ല ഇനി. कोई बच्चों को माया आती, बाबा रोज बच्चों की माया की सुनाता है बात. ചില കുട്ടികൾക്ക് മായ വരാറുണ്ട്. ബാബ ഡെയിലി മുരളിയിലെ മായയെ കുറിച്ച് പറയാത്ത ദിവസമില്ല. सर्विसेबल बच्चों की सुनाता है, माया जिनको आई उसको भी सुनाता है. സർവീസബിൾ കുട്ടികളെ കുറിച്ചും പറയാറുണ്ട് ബാബ. ആർക്ക് മായ വന്നു അതും ബാബ പറയാറുണ്ട്. और सेना में कोई आया ऑर्डर न मान शूट करते, बाबा कहते हम तो शूट करते हैं, अपने प्राल बंदूक आप ही शूट करता है वो. ബാബ പറയണ സൈന്യത്തിൽ അനുസരിച്ചില്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കളയും. ബാബ പറഞ്ഞ ഞാൻ ആരെയും ഷൂട്ട് ചെയ്യാറില്ല, പിന്നെ അവരുടെ കർമ്മം തന്നെയാണ് അവരുടെ ഭാഗ്യത്തെ ഇല്ലാണ്ടാക്കുന്നത്. तो कोई को माया आई थी, ആർക്കോ മായ പിടിച്ചായിരുന്നു ഒരിക്കൽ. बाबा मैंने यज्ञ में इतना पैसा दिया था.
ബാബ ഞാൻ യജ്ഞത്തിൽ ഇത്ര കാശ് കൊടുത്തിട്ടുണ്ട്. बाबा ने कहा जितना खाया वो पेट से निकालो. പറഞ്ഞു നീ എത്ര കഴിച്ചോ അത് വയറ്റിൽ നിന്ന് പുറത്തെടുക്ക് നോക്കട്ടെ. ജനിച്ച മോൾക്ക് കഴിച്ചിട്ടില്ല, അതെടുക്കാൻ പറ്റുമോ? बाबा मैंने दिया था, अच्छा खाओ, पेट में गया ना तुम्हारे, निकालो पेट से. എങ്ങനെ ജന്മം എടുത്ത മോൾക്ക് ഇത്ര വരെയ്ക്ക് എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്, എടുക്കാൻ പറ്റുമോ? അതുപോലെ ഇത് इतना अभिमान आता है, पता नहीं चलता है बाबा को क्या कह रहा हूँ. ചില കുട്ടികൾക്ക് അത്ര അഹങ്കാരം വരാറുണ്ട്, ഞാൻ ബാബയുടെ കാര്യത്തിനോട് എന്താ പറയണതെന്ന് അവർക്ക് തന്നെ ബോധം ഉണ്ടാവില്ല. और आजकल कौन सी माया आती है? ഇന്നത്തെ വർത്തമാന സമയത്ത് മായ എന്താണെന്നറിയാമോ? सेवा मैं करूँ, नाम इसका होवे. സേവ ഞാൻ ചെയ്യണം, പേര് ഇവരുടെ വരണം. यहाँ कोई बात का न्याय नहीं है, ഇവിടെ कोई बात का न्याय नहीं है, जजमेंट नहीं करता है. ന്യായം ചില വിഷയത്തിൽ ഇവിടെ ജഡ്ജ്മെന്റ് എടുക്കാറില്ല, ഇവിടെ നീതി കിട്ടാറില്ല. ऐसी माया आती है ना? അങ്ങനത്തെ മായ വരാറില്ലേ? कौन सी माया आती है? इनका संस्कार कैसा है इसको समझते नहीं है. सिर्फ मेरे को इससे क्या मिलती है? അവരുടെ സംസ്കാരം നോക്കി എങ്ങനെയാ, എന്നിട്ട് അവർക്ക് ഒരു ഉപദേശം കൊടുക്കാറില്ല, എന്നെ മാത്രം എപ്പോഴും ഉപദേശിക്കാറുള്ളൂ. സേവ ഞാനാ ചെയ്യണത്, എന്നിട്ട് പേര് അവരുടെയാ വരണത്. तो सूक्ष्म माया कहाँ से चूहे के रूप में, बिल्ली के रूप में आती है. സൂക്ഷ്മത്തില് മായ എലി എങ്ങനെയാ, ചെറിയ സ്ഥലം മതി അതിന് കയറി വരാൻ. എലിയെ പോലെ പൂച്ചയെ പോലെയൊക്കെ കയറി വരുന്നത്. कुत्ते के रूप में भी आती है, भौ 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 भौ. പട്ടിയുടെ രൂപത്തിൽ വരാറുണ്ട്. പട്ടി എന്താ ചെയ്യാ, കുറച്ച് ബൗ ബൗന്ന് കുറച്ചുകൊണ്ടിരിക്കും, അതുപോലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. बाकी इसलिए बनना चाहिए महारथी. അതുകൊണ്ട് മഹാരഥി ആവണം, ആന. घोड़े सवार भी नहीं, लगाम पकड़ना पड़ेगा. കുതിര പോലെ ആവണ്ട, കുതിരയ്ക്കും കടിഞ്ഞാനിട്ടൊന്ന് പിടിക്കണം, അത് അതിന്റെ ആവശ്യം വരരുത്. इसलिए मैं महारथी हूँ. അതുകൊണ്ട് ഞാൻ മഹാരഥിയാണ്. मैंने समझा कल यहाँ शाम को हाथी खड़े होंगे मेरे स्वागत के लिए, पर नहीं थे. ഞാൻ വിചാരിച്ചു ആനയെ നിർത്തിയിട്ട് എന്നെ സ്വാഗതം ചെയ്യുന്നു, പക്ഷെ ഉണ്ടായിരുന്നില്ല. अच्छा छतरी खड़ी थी, ठीक है, ओके. കൊട എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് നന്നായിരുന്നു. ओके. ओम शाम भाई गिफ्ट ले आओ ना. എല്ലാരും നന്നായിട്ടൊന്ന് കൈയടിച്ച്. समझा? अभी ये सब माया जीत है ना. നിങ്ങൾ എല്ലാരും മായാജീത്താണല്ലോ അല്ലേ? എല്ലാരും കാര്യം മനസ്സിലാക്കിയല്ലോ. माया जीत, विक्रमाजीत, माया जीत. മായാജീത്, വികർമാജീത്, മായാജീത്. ഒന്ന് കൈ कर्मातीत. കർമാതീതം. कर्मातीत पीछे बनेंगे, पहले विक्रमाजीत, माया जीत. പിന്നെയാണ് കർമാതീതമായതിനു ശേഷമാണ് വികർമാജീത്, അതിന് ശേഷമാണ് മായാജീത്. ओके, कोई माया नहीं है. ഇനി മായൊന്നും വരില്ലല്ലോ. छी 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 छी. गुल गुल बन रहे हैं ना, रोज फ्लावर, रोजी का बगीचा है ना, रोज फ्लावर. നമ്മളെല്ലാരും ഗുൽഗുൽ റോസ് ഫ്ലവർ ആകാൻ പോവാണ്. റോസി ബെഞ്ചിയുടെ പൂന്തോട്ടല്ലേ ഇത്? न कांटा लगाते न लगता. മുള്ളു കുത്തൂല, റോസ് അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കുന്നു. हम क्या जाने, हम तो रूहानियत में रह करके ईश्वरी सेवा में उस मस्ती में मस्त है. നമ്മളെല്ലാരും ആത്മീയതയിൽ ഇരുന്നിട്ട് ഈശ്വരീയ സേവയുടെ ആ ലഹരിയിൽ ഇരിക്കണം. ഏത് മുള്ളിനും നമ്മളെ കുത്താൻ സാധിക്കരുത്. तब ये रोज गार्डन है ना, ഇത് റോസ് ഗാർഡൻ അല്ലേ? बहुत अच्छा, നല്ല റോസ് ഗാർഡനാ. थैंक यू. ओम शांति.
चलते 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 यूं ही कोई मिल गया था, यूं ही सर राह चलते चलते वही थम के रह गई है, वही थम के रह गई है मेरी रात ढलते ढलते, मेरी रात ढलते ढलते वही कोई वही थम के रह गई है, वही थम के रह गई है मेरी रात ढलते ढलते, मेरी रात ढलते ढलते।